ഒരു പക്ഷേ ഒരാൾ ദുഃഖം നമ്മളോട് പങ്കുവെക്കുമ്പോൾ കേൾക്കുന്ന നമ്മുടെ കണ്ണുകൾ നനയാൻ പാടില്ല. നമ്മൾ അയാൾക്ക് ധൈര്യം കൊടുക്കല്ലേ വേണ്ടത്. പക്ഷെ 2 നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ കൗൺസിലിംഗ് വേളയിൽ എൻ്റെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ അവിടെ വന്നവരുടെ ചില പരിച്ഛേദങ്ങളാണ് ഈ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ എല്ലാവരുടെയും ദാമ്പത്യം പരാജയമാണ് എന്ന് എൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. എൻ്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച വാചകം ഞാൻ നിങ്ങളോട് പറയാം, അതുമാത്രം. ഇത്ര നല്ലൊരു പ്രായത്തിൽ ഇത്ര നല്ല സൗന്ദര്യവും ആരോഗ്യസ്ഥിതിയും ജീവിത വഴിയും ശമ്പളവും പണവും ഒക്കെ ഉണ്ടായിട്ടും അതൊന്ന് ആസ്വദിച്ചു ജീവിക്കാൻ ഈ ദമ്പതികൾക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓരോ കൗൺസിലിംഗ് കഴിയുമ്പോഴും വേദനയോടുകൂടെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നല്ല ആരോഗ്യമുള്ള നല്ല പ്രായത്തിൽ കണ്ടിഷ്ടപ്പെട്ട് തന്നോട് ചേർത്ത് തൻ്റെ ഇണ, ഭാര്യയാവട്ടെ ഭർത്താവാകട്ടെ, അവരെ ഒന്ന് ആസ്വദിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കൂ സുഹൃത്തുക്കളെ. നമ്മുടെ ഈ പരിമിതമായ ചർച്ച കൊണ്ട് അതിന് പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വെറുതെ ആക്കരുത്. ഒരു പെൺകുട്ടി വെറുതെ രാവിലെ വരെ ഇങ്ങനെ ഒരു ജീവിതം കരഞ്ഞു തീർക്കണോ? നല്ല ആരോഗ്യവും നല്ല സമ്പത്തുമുള്ളവർ ഏറ്റവും ആസ്വദിക്കേണ്ട ഒരു കുടുംബജീവിതം മാത്രം ആസ്വദിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? നല്ല തണുപ്പുള്ള 25 ലക്ഷം വിലയുള്ള കാറിലിരുന്നും കരയുകയാണ് നമ്മൾ, ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റാതെ. അതുകൊണ്ട് ഒരു തിരിച്ചറിവിന് ഈ പ്രൊഫൈസിൻ്റെ ചർച്ച നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ഈ വാക്കുകൾ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം നിങ്ങൾ എഴുതി കൊടുത്ത ചോദ്യങ്ങളും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കുമുള്ള ഒരാമുഖമാണ് ഞാൻ ഏതാനും വാചകങ്ങളിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ വാചകം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഇതൊന്നും ആസ്വദിക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ എന്ന വേദന തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ആമുഖമായി പറയാനുള്ളത്. സത്യത്തിൽ സുഹൃത്തുക്കളെ, വളരെ പ്രധാനമായി ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ചില ഫിലോസഫി ഇങ്ങനെ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ ദമ്പതികൾ ഉണ്ടാക്കുകയാണ് ചില തത്വങ്ങൾ. അവസാനം ആ തത്വം ഓരോന്ന് രൂപീകരിച്ച് അവസാനം പറയുന്ന വാചകം താരങ്ങൾ, ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ യോജിച്ചവരല്ല. എനിക്ക് പറ്റിയൊരു ഭാര്യയല്ല ഇവൾ, എനിക്ക് പറ്റുന്നൊരു ഭർത്താവല്ല ഇവൻ. എന്താണ് ഇപ്പം എന്താണ് അവർക്ക് പറയാനുള്ള തത്വങ്ങൾ? അവൾ വളർന്ന സാഹചര്യം വേറെ, ഞാൻ വളർന്ന സാഹചര്യം വേറെ, അവളുടെ ഉമ്മ അവളെ വളർത്തിയ രൂപം വേറെ, അവളുടെ വീട്ടിലെ ചുറ്റുപാടുകൾ വേറെ, ഞാൻ ഗൾഫിലായിരുന്നു, ഇവൾ നാട്ടിലായിരുന്നു. എന്തൊക്കെയാണ് പറയണത്? ഇതൊക്കെയാണോ സുഹൃത്തുക്കളെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ കാരണം? ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ തന്നെ വൈരുദ്ധ്യല്ലേ? എന്നിട്ടെന്താ ഒന്നിച്ചു പോണില്ലേ? വിയോജിപ്പുകൾക്ക് ചില മേഖലകൾ ഉണ്ട് എന്നതല്ല വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭാര്യ ഇന്നു മുതൽ എല്ലാ ബുദ്ധിയും നഷ്ടപ്പെട്ട് ഒരു തനി മാനസിക രോഗിയായി, നിങ്ങളുടെ ഒരു വികാരവും അവൾക്ക് തിരിച്ചറിയാനാവില്ല, നിങ്ങൾ ഒരു നിലക്കും പരിഗണിക്കാനാവില്ല. എങ്കിൽ പോലും നിങ്ങൾ അവളെ പ്രിയപ്പെട്ടവളായി കൂടെ നിർത്തി ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റി നിർത്തി അവളെ മരണം വരെ പരിചരിച്ച് അവളോടൊപ്പം നിൽക്കും. ഒന്നും കിട്ടണ്ട, അവളിൽ നിന്ന് ഒരു പരിഗണന കിട്ടണ്ട, ഒരു ചായ പോലും അവൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരണ്ട. അവിടെ നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹമല്ലേ, ആ സ്നേഹത്തിന് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സ്നേഹത്തിന് അതിജീവിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇഷ്ടമുണ്ടോ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ സ്നേഹം ഉണ്ടാക്കിയാൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇനി സ്നേഹവും നിങ്ങൾ ഉണ്ടാക്കണ്ട, അത് അള്ളാഹു ആണിനും പെണ്ണിനും കൊടുത്തതാണ്. അതിനെ ഒന്ന് വളരാൻ സമ്മതിച്ചാൽ മാത്രം മതി, അത്ര ആവശ്യം. ഒന്ന് സ്നേഹത്തെ ഒന്ന് വളർത്താൻ നിങ്ങൾ സമ്മതിക്കുക. അത് അള്ളാന്റെ പണിയാണ്. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അള്ള ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ സ്നേഹത്തെ എന്നാണ്. അതിനെ ഒന്ന് വളരാൻ നമ്മൾ അനുവദിച്ചാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ
90% വിവാഹത്തിൻ്റെയും പരാജയ കാരണമെന്ന് പറഞ്ഞാൽ പെരുമാറ്റ പ്രശ്നം തന്നെയാണ്, വേറൊന്നും ആർക്കും പറയാല്ല. അതുകൊണ്ട് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. അത് പടച്ചോന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ പുരുഷന്മാരോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുക തന്നെ വേണം. അത് ഔദാര്യമല്ല, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വളരെ മാന്യമായി പെരുമാറും. മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അടിസ്ഥാന ഘടകം നിങ്ങളിൽ നിന്ന് സ്നേഹമല്ലാതെ, ഇഷ്ടമല്ലാതെ, സൗമ്യതയല്ലാതെ മറ്റൊന്നും അവൾക്ക് ഫീൽ ചെയ്യരുത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് തരും, വെറുതെ ഭാര്യമാരെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. വണ്ടി കയറിയാൽ ഇറങ്ങണത് വരെ, കിടക്കാൻ റൂം കയറിയാൽ പിന്നെ ഉറങ്ങണത് വരെ ഇങ്ങനെ പറയാം. ഈ സാധുക്കൾ ഇങ്ങനെ കരയാം. ഞാൻ എല്ലാവരെയും പറ്റില്ല, ഞാൻ 2 വശവും പറയാൻ പോകും. ഞാൻ ആദ്യത്തെ വശം പറഞ്ഞത് മാത്രം. അതായത് എന്തിനാണ് ഈ ചീത്ത പറയണത്? അപ്പോൾ എന്നോട് ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഞാൻ പരമാവധി ഉപദേശിച്ചിട്ടാണ് ഇപ്പോൾ അവസാനങ്ങളടുത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപദേശിച്ചിട്ടില്ല, നിങ്ങൾ അവളെ ചീത്ത പറഞ്ഞു. എന്താണ് ഉപദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശം ഉപദേശം എന്നുള്ളതിൻ്റെ വാക്കന്നെ തന്നെ അതിന് മറ്റൊരർത്ഥമുണ്ട്, ഗുണകാംക്ഷ. ഇന്നോടൊരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്ക് ഇന്നോട് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട് എന്ന ആ ഉപദേശത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനെ ഉപദേശം എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇന്നിങ്ങനെ കരയുമ്പോൾ അത് ഉപദേശമാണ്, ഇന്നെ നന്നാക്കാനാണ്. ഈ പറയുന്നതൊക്കെ എന്താ നിങ്ങൾ, നമുക്ക് എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ചില പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ വിഷമങ്ങൾ നമ്മളിങ്ങനെ എന്ത് അറിയോ വേറൊരു നിലക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇതൊന്നും ഉപദേശമല്ല. സത്യത്തിൽ അവർ മാറി വരാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ സ്നേഹത്തോടു കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ചെറിയൊരു അനിഷ്ടമുണ്ടാകുമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ തിരുത്തും. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കലുണ്ട്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി എന്നാണ്. നിങ്ങളിൽ ആരെങ്കിലും വല്ല തിന്മയും കണ്ടാൽ അവൻ കൈകൊണ്ട് എതിർക്കണം എന്നാണ്. എങ്ങനെ കൈകൊണ്ട് എതിർക്കുക? ആദ്യം ഒന്ന് കൊടുക്കണം എന്നാണോ സുഹൃത്തുക്കളെ അതിൻ്റെ അർത്ഥം? ഞാൻ ഇപ്പം നിങ്ങൾ ഈ ഹദീസൊന്നും പറയാതെ ചോദിക്കുകയാണ്, ഒരിടത്തൊരു തെറ്റ് കണ്ടാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളെന്താ പറയുക? ഉപദേശിക്കാൻ വേണ്ടതല്ലേ പറയാം. നബിസ്വല്ലല്ലാഹു പറഞ്ഞത് എന്താണ്? അവൻ കൈകൊണ്ട് തടയട്ടെ എന്നാണ്. കൈകൊണ്ട് തടയണം. ഇവർ നല്ലൊരു മത്സ്യട്ടൊരു നല്ല മീൻകറി നീ ഉണ്ടാക്കി തന്നിട്ട് എത്ര കാലമായി എന്നൊരു കമൻറ്റിനേക്കാളും എത്ര സൗകര്യം ഉണ്ട് നിങ്ങൾ. നല്ല മീൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് പറയാം, എന്താണ് ഇത് കറി വെക്കാൻ ആവശ്യമുള്ളതെന്ന് പറയേ എന്ന് പറഞ്ഞാൽ ആ സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങളൊന്നും പറയണ്ട. ഉച്ചക്ക് നിങ്ങൾക്ക് സമൃദ്ധമായ മീൻകറി ഉണ്ടായിരിക്കും. ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഒരു തിൻപക്കാണെങ്കിൽ മോൻ ഫോണ് കാണുകയാണ്, എടുത്തേക്കാ ഫോണ് എന്നൊന്നും പറയണ്ടെങ്കിൽ. ഫോണ് കാണുമ്പോൾ എന്താ വെച്ചാൽ പറയാം, ഫോണിൻ്റെ പാസ്വേഡ് ഇടരുത്, എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഉമ്മ നോക്കിയാലും വാപ്പ നോക്കിയാലും ക്ലിയർ ആയിട്ട് കാണണം. കാണാൻ പറ്റാത്തതൊന്നും ഫോണിൽ ഉണ്ടാകരുത്. കഴിഞ്ഞ് കാണാൻ പറ്റാത്തതൊന്നും ഫോണിൽ ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. ഫോൺ കാണുന്നതിനെ കുറിച്ചൊരു ഉപദേശം പറയണ്ട, ഞാൻ അത് കാണും. ഭർത്താവിനെ പറ്റി ഭാര്യയ്ക്കൊരു സംശയം, എവിടെയൊക്കെയോ ചാറ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയോ നോക്കുന്നുണ്ടോ ഒന്ന് പറയാം. ഒന്നുമില്ല, എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല. എന്ത് ചെയ്യുക? നിങ്ങൾ ഫോൺ എപ്പോഴും പാസ്വേഡ് ഓപ്പൺ ആക്കിയിടണം. എന്ത് ഭാര്യ പറഞ്ഞാൽ ഓപ്പൺ ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ എന്താണ് എന്തോ വേണ്ടാത്തരം ഫോണിൽ ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് പാസ്വേഡ് തുറന്നു കൊടുക്കാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാരോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾക്ക് എന്തോ തരികിടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അത് ഭാര്യൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പം അത് തന്നെയാണ് കാവൽ. എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ ഫോൺ കാണുമെങ്കിൽ, എൻ്റെ കോൾ കാണുമെങ്കിൽ, എൻ്റെ കോണ്ടാക്ട്സ് കാണുമെങ്കിൽ, എൻ്റെ ഫേസ്ബുക്ക് കാണുമെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് ഉപദേശം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഒരു നിലക്ക് ഇങ്ങനെ വയല് പറയാ, എന്നിട്ട് ഇങ്ങനെ കേൾക്കുക. നിനക്ക് അഹങ്കാരമാണ്, നിനക്ക് കിബറാണ്, അനുസരണമില്ലായ്മയാണ്. ഇതുകൊണ്ടൊക്കെ വല്ല പുരോഗതി ഈ കാലം വരെ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും ഉണ്ടായോ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ഒന്ന് പറയണേ. അത്രേ ഉള്ളൂ. അതുകൊണ്ടൊരു പുരോഗതി ആർക്കും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. എല്ലാം അയാൾ ഏറ്റെടുക്കും. ഏതുപോലെ നിങ്ങൾ ഒരു വാപ്പ മകളുടെ കാര്യം ഏറ്റെടുത്തതിനേക്കാളും ഉത്തരവാദിത്വത്തോടു കൂടെ എനിക്കൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ജോലിയില്ല, പൈസ ഇല്ല, സമ്പാദ്യമില്ല, ഒന്നും പേടിക്കണ്ട.
ഇനി നിങ്ങളെടുത്ത് 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു സ്ലൈഡും അയാൾ വാങ്ങിത്തരണം. സ്വന്തം വാങ്ങരുത്, അത് ഭർത്താവ് തന്നെ വാങ്ങിത്തരണം. അത് അയാളുടെ അവകാശമാണ്, അയാളുടെ ബാധ്യതയാണ്. അയാൾ സമ്മതിച്ചാൽ മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് പൈസ ഞാൻ വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചാൽ മാത്രം വാങ്ങി. ബാക്കി എല്ലാ എക്സ്പെൻസും അയാളെ കൊണ്ട് നടത്തിക്കണം. അതൊരു സ്നേഹം ഉണ്ടാകാനും നല്ലതാണ്. ഇത്രമാത്രം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു ഭർത്താവിന് അതിനുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കണം. അതൊരു അധികാരമല്ല, അതൊരു ഒരു രാജഭരണമല്ല. നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനും നമ്മളെ സംരക്ഷിക്കുന്നതിനും നാം തിരിച്ചു കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, അത് മാത്രമാണ് അനുസരണം പറഞ്ഞത്. അത് സംസാരത്തിലും വാക്കിലും ഒക്കെ വേണം. നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറാവാം, നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ വെറും MBBS കാരനാവാം, നിങ്ങൾ PG ഹോൾഡർ ആവാം, നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാവാം, നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന ആളാവാം. നിങ്ങളുടെ ഭർത്താവിന് അതൊന്നും അറിയാം. എന്തായാലും അയാളാണ് മേലെ. അത് പെരുമാറ്റത്തിലും സംസാരത്തിലും നമ്മൾ കാണിക്കണം. ഏതുപോലെ കുടുംബജീവിതത്തിൽ പിതാവിനൊരു റെസ്പെക്റ്റ് ഉള്ള പോലെ, നിങ്ങളൊരു വിദ്യാർത്ഥിയായപ്പോൾ നിങ്ങളുടെ അധ്യാപകനൊരു റെസ്പെക്റ്റ് ഉള്ളതുപോലെ, നിങ്ങളെക്കാളും പ്രായമുള്ളവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്, അതേപോലെ ഒരു റെസ്പെക്റ്റ് ഭർത്താവിനുണ്ട്. അത് സംസാരത്തിലും പ്രവർത്തനത്തിലും തീർച്ചയായും ഉണ്ടാവണം. അങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു കുടുംബ ബന്ധം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. ഈ സ്നേഹം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഷെയറിംഗ് ആണ്. നമ്മൾ സംസാരിക്കും പറയും വേണം. തമ്മിൽ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അത് നിരന്തരമായി നടക്കണം. കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ചിലപ്പോഴൊക്കെ സ്ത്രീകൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഭർത്താക്കന്മാരെന്ത് വെച്ചാൽ പ്രതികരിച്ച് തുടങ്ങും. എനിക്കൂടെ പറയാനുള്ളത്, ഒരു ഭാര്യ നിങ്ങളോട് സംസാരിക്കണത് നിങ്ങളോട് എന്തോ കംപ്ലൈൻറ്റ് പറയാമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. മിക്കവാറും ആൾക്കാർ എന്തോ പരാതി പറയാണെന്നാണ്. ഒരിക്കലും പരാതി പറയല്ല സുഹൃത്തുക്കളെ. അത് അവരുടെ ഒരു വിഷമം അവരെന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ്. ആ ഷെയർ ചെയ്യണത് ആരോ മനസ്സിലുള്ള ആ വിഷമം നീങ്ങാൻ വേണ്ടി മാത്രമാണ്. ഈ ഷെയറിങ് ഇന്നൊന്നേരം തുടങ്ങിയതല്ല. കല്യാണത്തിൻ്റെ തലേന്ന് വിവാഹം കഴിഞ്ഞ അന്നു രാത്രി നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ 19 കൊല്ലത്തെ കഥ പറഞ്ഞു, 25 കൊല്ലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് നേരം വെളുത്തത്. നേരം പുലർന്നപ്പോഴേക്ക് ജീവിതത്തിൽ പറയാൻ ബാക്കി വെച്ചതെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ വരേണ്ടിയിരുന്നു. ഭാര്യയായ നിങ്ങൾ വരേണ്ടിയിരുന്നു. ഭർത്താവായ നിങ്ങളെ കാത്തിരിക്കയായിരുന്നു. 19 കൊല്ലമായി മറ്റാരോടും പറയാൻ പറ്റാത്ത ചിലത് പറയാൻ, അത് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഇന്നത്തത് ഇന്ന് തന്നെ പറയണം. അപ്പോൾ രാവിലെ ഇറങ്ങി ഞാൻ നാസ്ത കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പം നാസ്ത ശരിയായില്ല, കുറേ പൈസ കൊടുത്തു, ഭക്ഷണം ശരിയായില്ല. തിരിച്ച് ടൗണിൽ ഇറങ്ങിയപ്പോൾ ബ്ലോക്ക്. 1.5 മണിക്കൂർ ബ്ലോക്കിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ബ്രേക്കും ചവിട്ടി നിന്നു. വിഷമം. അത് കഴിഞ്ഞ് ഓഫീസിൽ വൈകി ചെന്നപ്പോൾ ഓഫീസറുടെ ചീത്ത എല്ലാം കേട്ടു. തിരിച്ചു വന്ന് ഭാര്യയോട് വന്ന് പറയാണ്, ഇന്ന് രാവിലെ നാസ്ത കഴിക്കാൻ കയറി, അവിടെ പ്രശ്നമായി, പിന്നെ ട്രാഫിക്കിൽ പ്രശ്നമായി. അത് കഴിഞ്ഞ് ഓഫീസ് ചെന്നപ്പോൾ ചീത്തയായി. ഇതെന്തിനാ നിങ്ങളോട് പറയണത്? ഇനി ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല, ട്രാഫിക് നിയന്ത്രിക്കാൻ അവിടെ പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് പറയണത് നിങ്ങളോട്. അതിനാ അത് പറയണത് ഒരു വിഷമുണ്ടാവും. അത് പ്രിയപ്പെട്ടവരോട് പറയാണ്. അത് ക്ഷമയോടെ കേൾക്കണ്ടേ സുഹൃത്തുക്കളെ? അത് നിങ്ങളുടെ ഉമ്മയെ കുറിച്ചാവാം, നിങ്ങളുടെ വാപ്പയെ കുറിച്ചാവാം, മക്കളെ കുറിച്ചാവാം, നിങ്ങളുടെ പെങ്ങളെ കുറിച്ചാവാം. നിങ്ങളത് കേൾക്കണം. പിന്നെ തിരിച്ചെന്താ പരിഹാരം? ക്ഷമിക്ക്, സഹിക്ക്, ശരിയാവും. അതൊന്നും പരിഹാരമല്ല സുഹൃത്തുക്കളെ. നിന്റെ വിഷമങ്ങളും വേദനകളും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഒന്ന് കേട്ടാൽ മാത്രം മതി. ഈ ഷെയറിങ്ങിലൂടെ മാത്രമേ സ്നേഹം നടക്കുള്ളൂ. വർത്താനം പറയാനും സംസാരിക്കാനും ഇഷ്ടം പോലെ സമയം വേണം. ഇനി എല്ലാ സ്നേഹവും ബന്ധവും നിശ്ചലമായി പോകുന്ന ഒരു കാര്യം കൂടെ പറയാം, ബാക്കിയൊക്കെ ചോദ്യോത്തരത്തിൽ വരും. അതെന്താ നിങ്ങൾ ഒരിക്കലും ഒരവിഹിതത്തിൻ്റെ സംശയം പോലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവരുത്. അപ്പോൾ ഭർത്താവ് പോൺ സൈറ്റ് കാണുന്നത് ഭാര്യ ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചോളി. സംഭവിക്കുന്നത് എന്താണെന്ന് ഇന്നലെ രാത്രിയും വീഡിയോ കണ്ടവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തത് എന്താ അറിയോ? നിങ്ങൾ ഒരു മാന്യനോ ആദരിക്കപ്പെടേണ്ടവനോ അല്ല എന്ന് അവൾ ഉറപ്പിച്ചു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭർത്താവിന് കിട്ടേണ്ട എല്ലാ റെസ്പെക്റ്റും അവളെ മനസ്സിന്ന് പോകും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ചാറ്റ് ചെയ്യുന്നതോ അശ്ലീല വീഡിയോ കാണുന്നതോ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ വാപ്പയായി കാണാൻ പറ്റൂ, ഉമ്മയായി കാണാൻ പറ്റൂ. ഭർത്താവ് നിലക്ക് തീർന്നു. രണ്ടാമത്തെ അവളുടെ സംശയം എന്താണ് അറിയുങ്ങൾ? എന്തിനാണ് ഈ ആരോഗ്യവതിയായ ഞാൻ കൂടെ ഉണ്ടായിട്ടും എല്ലാ സഹകരണങ്ങളും കിടപ്പറയിൽ നൽകിയിട്ടും
അയാൾ എന്തിന് വേറൊരു പെണ്ണിനെ ആഗ്രഹിച്ചു? ഒരു പുതിയ അപകർഷതയും അവളെക്കുറിച്ചുള്ളൊരു അപമതിപ്പും അയാളുടെ മനസ്സിലുണ്ടെന്നും എന്നെ അയാൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ലെന്നും അവൾ ആ നിമിഷത്തിൽ വിചാരിച്ചു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾക്കൊരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റിദ്ധാരണകളാണ് അവളുടെ മനസ്സിൽ കടന്നു വരുന്നത്. ഇനി തിരിച്ചാണെങ്കിലോ അതുപോലെ തന്നെയാണ്. ഒരിക്കലും ഭാര്യയുടെ ഒരു അവിഹിതത്തെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റൂല. തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂടെ സഹപ്രവർത്തകരോ അവരുമായുള്ള ബന്ധമോ അല്ലെങ്കിൽ പോൺ സൈറ്റുകളോ എന്തായിരുന്നാലും അത്തരം ബന്ധങ്ങൾ വരാതിരിക്കാനും നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അങ്ങനെ സ്നേഹവും വിശ്വാസ്യതയും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലൊരു ദാമ്പത്യം സാധ്യമാകും. നിങ്ങളെല്ലാവരെയും മക്കളുമായിട്ടാണ് നിങ്ങൾ വന്നത്. ഒരു വാക്ക് അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. എനിക്ക് മക്കളെക്കുറിച്ച് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. നമ്മൾ എയർപോർട്ടിലെ പ്രെയർ ഹാളിൽ ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ബാത്റൂമിലും അവിടെ ഇവിടെ ഇട്ട് ഷൂ ഇട്ടിട്ട് ഒരു കുട്ടി ഇങ്ങനെ കയറി വന്ന് എന്ത് ചെയ്തു, ഞങ്ങൾ നിസ്കരിക്കുന്നത് മുന്നിൽ ഒരു അറബി അയാളുടെ തലയിലെ വട്ട അവിടെ അയച്ചു വെച്ചിരുന്നു. അതെന്ത് ചെയ്തു, എടുത്ത കുട്ടി പോയി. ഇയാൾ നിസ്കരിക്കാണ്, കുട്ടി പോയി. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് എന്തോ തിരിച്ചു കൊണ്ടുവന്ന്. ഒരു കുട്ടിക്ക് അത്രേ ബുദ്ധിയുള്ളൂ അല്ലേ? ഒരു കുട്ടിക്ക് ഇപ്പോൾ അത്രയല്ലേ ബുദ്ധിയുള്ളൂ, എടുക്കാൻ പറ്റാമെന്നും അറിയില്ല. ചിലപ്പോൾ പേഴ്സായിരിക്കും എടുക്കുക, ചിലപ്പോൾ മൊബൈൽ എടുത്തായിരിക്കും പോവുക. പക്ഷേ ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം. ഇപ്പോൾ ഒരു സദസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും കുട്ടികളായിട്ടാണ് വന്നത്. പക്ഷെ ആകെ 4 കുട്ടികളാണ് ഇവിടെ ഓടിയടക്കുന്നത്. ഒരു സദസ്സിൻ്റെ മര്യാദയോ കാര്യമൊന്നും പാലിക്കാതെ മുഴുവൻ ശ്രോതാക്കൾക്കും അശ്രദ്ധ ഉണ്ടാക്കിക്കൊണ്ട് ഓടിയടക്കുന്നത്. അതെന്താ ബാക്കി കുട്ടികൾ ഓടാത്തത്? അവിടെയാണ് നമ്മുടെ ചോദ്യം. അവർ കുട്ടികളല്ല, അവർക്ക് എന്താ അവരെക്കാളും ബുദ്ധിയുണ്ടോ, അന്തണ്ടോ? അവിടെയാണ് രക്ഷിതാക്കളുടെ വ്യത്യാസം. നിങ്ങൾ പോകുന്നൊരു വീട്ടിൽ ഒരു വസ്തുവിൽ പോലും ആ കുട്ടി അന്യായമായി തൊട്ടില്ല. ആ വീട്ടിൽ വിലപ്പെട്ടൊരു വസ്തു എടുത്ത് പോക്കറ്റിലിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യുക? അവിടുന്ന് വിലപ്പെട്ടൊരു വസ്തു എടുത്തിട്ട് കുട്ടി പോക്കറ്റിലിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ശരിക്കും മനസ്സിലായിക്കോളിയും. 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സാകുന്നതുവരെ നിങ്ങളുടെ കുട്ടികളിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിൻ്റെ എല്ലാം ബേസ്മെൻറ്റിൻ്റെ പണി തീർന്നിരിക്കണം 5 വയസ്സാവുമ്പോഴേക്കും. എന്നാൽ കുട്ടി നിങ്ങൾ കാണാത്ത എക്സ്ട്രാ ഒരു കുട്ടിയായി നിങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടും. അവനെന്താവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ഖുർആൻ പണ്ഡിതനാകണോ? അതിൻ്റെ ബേസ് അവിടെ വേണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനാകണോ? അതിൻ്റെ ബേസ് 5 കൊല്ലം. ഏത് ഫുഡ് കഴിക്കണം, അവന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏത്, കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഏത്, അവന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റും, അതിൻ്റെയൊക്കെ ബേസ് 6 വയസ്സാവുമ്പോഴേക്കും നൽകാൻ പറ്റും. അത് നിങ്ങൾക്ക് പിന്നീട് ആ സമയത്ത് മാത്രമേ കുട്ടിയെ നിങ്ങൾക്ക് വഴങ്ങൂ. ഇപ്പോൾ നമ്മളെത്തൊക്കെ കുട്ടികളെ കൊണ്ടുവരപ്പോഴാണെങ്കിൽ 18 വയസ്സ് 15 വയസ്സ് 14 വയസ്സ് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് വഴങ്ങാത്ത സമയമാണ്. നമ്മൾ വിചാരിക്കുന്നതെല്ലാം വഴങ്ങിക്കിട്ടുന്ന എന്താണ് ഒരു ശില്പിയുടെ കയ്യിലുള്ള കുഴച്ച മണ്ണ് പോലെ രൂപപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടികളെ 5 വയസ്സുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതിന് മാതാപിതാക്കൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ കുട്ടികൾ പുതിയ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മഹാത്മാക്കളും പണ്ഡിതന്മാരും നേതാക്കളും നല്ല സ്വഭാവ വിശുദ്ധിയുള്ളവരൊക്കെ ആയിട്ട് വരും. അതിനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തിയാൽ അത് വിജയകരമായി തീരും. തീർച്ചയായും അതിലൊരു ശ്രദ്ധ നമുക്കുണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. തീർച്ചയായും കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പരിഹാരങ്ങൾ കൂടെ പറയുമ്പോൾ ഇന്ന് പ്രൊഫൈസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ കാറിൽ ഒന്നിച്ച് വന്നപ്പോൾ ഉണ്ടായതുപോലെയാവില്ല ഇന്നത്തെ തിരിച്ചുപോക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ നല്ലൊരു രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളും ചില ആഗ്രഹങ്ങളും തീരുമാനങ്ങളുമായി ഈ ഒരു ചർച്ച പൂർത്തിയാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.